രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ജാനകീജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ വർഷകാലം കഴിയണവരെ കാത്തിരിക്കാൻ ലക്ഷ്മണൻ ജ്യേഷ്ഠനായിരിക്കുന്ന രാമനോട് പറഞ്ഞു. കോപം ഇപ്പോൾ വേണ്ട എന്നും പറഞ്ഞു. ശരൽക്കാലം ആണ് നല്ല കാര്യങ്ങൾക്ക് തുടങ്ങാൻ നല്ലത്. അങ്ങനെ ആ വർഷകാലമാണ് കഴിഞ്ഞു. പറഞ്ഞ് ആ 4 മാസം കഴിഞ്ഞു. ശരത്ത് ഋതു വന്നെത്തി. മഴക്കാലം പോയി ശരത്ത് വന്നിട്ടും സുഗ്രീവന് ഒരു ഇളക്കമൊന്നും കാണുന്നില്ല. ഇങ്ങനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയോടല്ല കൊടുത്തിരിക്കണം. അതിശക്തനും 3 ലോകത്തെ സംഹരിക്കാനും സൃഷ്ടിക്കാനും കഴിവുള്ള ആളാണ്. അങ്ങനത്തെ ആളാവട്ടെ തനിക്ക് തക്കതായിട്ടൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്. ബാലി എന്ന് പറഞ്ഞ ശത്രുവിനെ ഈ ലോകത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് വധിക്കാൻ പറ്റില്ല. വധിച്ചു കൊടുത്തു നിഷ്പ്രയാസം ഒരു അസ്ത്രം കൊണ്ട്. രാജ്യം തനിക്ക് ലഭ്യമാക്കി. സീതയെ അന്വേഷിക്കാൻ അങ്ങോട്ട് സഹായിക്കാമെന്ന് ആ അഗ്നിസാക്ഷിയായിട്ട് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ അഗ്നിസാക്ഷിയായിട്ടെന്ന് ഇപ്പം എത്ര പറയാൻ. അത് ഇന്ന് പണ്ട് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ടതിനേക്കാളും 2 സാക്ഷി ഒപ്പിട്ടതിനേക്കാളും മീതയാണ് അഗ്നി. കാലം നോക്കണം. അഗ്നിസാക്ഷിയായിട്ട് പറഞ്ഞാൽ അതിന് വേറൊന്നും പറയാനില്ല എന്നാണ്. ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നരകം അനുഭവിക്കേണ്ടി വരും. ഈ ശിക്ഷയൊന്നുമല്ല, ഇവിടുത്തെ ശിക്ഷയൊന്നും ശിക്ഷയല്ല. ശിക്ഷ കാണണം, നരകത്ത് പോകണം, അപ്പോഴേ അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് അഗ്നിസാക്ഷിയായിട്ട് കൊടുത്ത വാക്കാണ് ഇവിടെ സുഗ്രീവൻ ലംഘിച്ചിട്ടില്ലെങ്കിലും വൈകിക്കുകയാണ്. അത് പാടില്ലല്ലോ. ഒരു ആളുടെ പത്നി ഏതോ ഒരു ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടുക, എത്രയും വേഗം ചാടി വീണ് രക്ഷപ്പെടുത്തേണ്ട സന്ദർഭമല്ലേ അത്? പിന്നെവാന്ന് വിചാരിക്കേണ്ട സമയമാണോ? അല്ല. ജീവഹാനി വരെ സീതയ്ക്ക് സംഭവിക്കാവുന്ന കാര്യമാണ്. ദുഃഖം കൊണ്ടുപോകാൻ രാവണൻ കൊന്നോളുന്നില്ല. ദുഃഖം സഹിക്കുകയാണ്ട് ഹൃദയത്തിന് ഭേദകമായിട്ട് മരിച്ചൂടെ? പക്ഷെ ഇവിടെ ആ ഒരു വേഗതയോ ആ ഒരു ബത്തപ്പാടോ സുഗ്രീവന് കാണുന്നില്ല. സമീക്ഷ വിമലം വ്യോമ ഗത വിദ്യുത് ബലാഹകം സാരവസങ്കുഷ്ടം രമ്യജ്യോത്സ്നാനുലേപനം. ശരത്കാലത്തെ ആകാശത്തെ കുറച്ചാട് വർണ്ണിച്ചു. ഹിതം തത്വഞ്ച പത്യഞ്ച സാമധർമാർത്ഥനീതിമൽ പ്രണയപ്രീതി സംയുക്തം വിശ്വാസം കൃതനിശ്ചയം. ഈ സമയത്ത് ഒരുവിധ ബത്തപ്പാടുമില്ലാണ്ട് സുഗ്രീവൻ കഴിഞ്ഞപ്പോൾ ഹനുമാൻ രാജാവായ സുഗ്രീവനെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാ സുഗ്രീവൻ്റെ കഴിച്ചു കൂട്ടലെന്നാണെങ്കിൽ ക്രീഡന്തം ഇവ ദേവേശം നന്ദനെ അപ്സരസാങ്കണൈ. അപ്സരസ്സുകളോട് കൂടിയിട്ട് ഇന്ദ്രൻ എങ്ങനെയാണ് ക്രീഡിക്കുക? ഇന്ദ്രൻ ഇപ്പോൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല, വാക്ക് പാലിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതേപോലെയാണോ സുഗ്രീവൻ വാക്ക് കൊടുത്തത് അഗ്നിസാക്ഷിയായിട്ട്? അപ്പം ഇന്ദ്രൻ ക്രീഡിക്കണ പോലെ ക്രീഡിക്കാറായിട്ടില്ല സുഗ്രീവന്. പക്ഷെ ഇവിടെ അപ്പം അങ്ങനെ ചെയ്തത് എന്നാണ്. എന്നിട്ടോ മന്ത്രിഷുണ്യർത്ഥകാര്യം ച മന്ത്രിണാം അനവേക്ഷകം. മന്ത്രിമാരെ കാര്യമൊക്കെ ഏൽപ്പിക്കൂ. ബാധ്യതയൊക്കെ അവരുടെ തലക്കിട്ട് യാതൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ രുമയായിട്ട് മദ്യവും മദിരാക്ഷിയായിട്ട് അങ്ങനെ കഴിയുമ്പോൾ ആണ് ഹനുമാൻ ഓർമ്മിപ്പിച്ചത്. അപകടമാണ്. പ്രണയപ്രീഡിതം യുക്തം വിശ്വാസകൃത നിശ്ചയം ഹരീശ്വരമുപാഗമ്യ ഹനുമാൻ വാക്യമബ്രവീൻ. കാര്യകോവിദനാണ് ഹനുമാൻ. അതാത് സമയത്ത് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിവുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ രാജാവിന് ദോഷമൊന്നും വരില്ല. അത് രാമായണത്തിലൂടെ പറയുന്നുണ്ട്. ഇപ്രകാരത്തിലുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ രാജാവിന് എന്തിനാ പിന്നെ പേടി?
എവിടെ ട്രാക്ക് തെറ്റുന്നുണ്ടോ അവിടെ അത് പറഞ്ഞ് സൂചിപ്പിച്ച് തിരുത്താൻ കഴിവുള്ള നയകോവിദന്മാരായിട്ടുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ ഒരു രാജാവും വഴിതെറ്റില്ല. അപ്പം അതിനെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് വരാവുന്ന ദൂഷ്യഫലം ഓർമ്മിപ്പിക്കാനുണ്ടെങ്കിൽ അതാണ് ഹിതവും പഥ്യവും. സുഗ്രീവന് ഭാവിയിൽ നന്മയ്ക്കുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു തരത്തിലും സുഗ്രീവന് ദോഷമുള്ള കാര്യമില്ല. രാജ്യം പ്രാപ്തം യശച്ചൈവ കൗളി ശീഭി വിവർത്തിതാമിത്രാണാം സംഗ്രഹച്ചേഷർത്ഥം ഭവാൻ കർത്തുമർഹതി. ഹേ രാജൻ, സുഗ്രീവനെ വിളിക്കുകയാണ്, അങ്ങക്ക് രാജ്യം കിട്ടി, ശത്രുഹനിക്കപ്പെട്ടു. ശരി, പക്ഷേ ഒരു കാര്യം കൂടി കിടക്കുന്നുണ്ട് അവിടെ മുമ്പിൽ. എന്താ അത്? ഇതിന് പകരമായിട്ട് ഭവാൻ മിത്രത്തെ പ്രീതിപ്പെടുത്തണം. അങ്ങയുടെ മിത്രമായിട്ടുള്ള രാമനെ കൊടുത്ത വാക്ക് പാലിച്ച് വേണ്ട വിധത്തിൽ ചെയ്യണം. ഈ മിത്രസ്മരണ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഉപകാരസ്മരണ ഇല്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം ഇല്ലേ? മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. നിങ്ങളുടെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉപകാരം ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, യോ ഹി മിത്രേഷു കാലജ്ഞസതതം സാധുവർത്തതേ. അതാത് കാലത്ത് മിത്രത്ത് ചെയ്യേണ്ടത് സമയത്ത് ചെയ്യുക എന്നുള്ളതും കൂടിയുണ്ട്. ഏതും സമയത്ത് ചെയ്യണം. വിവാഹം കഴിക്കുക ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ട് ആലോചന നോക്കണം വെച്ചാലോ നല്ല കാര്യം ഉണ്ടാവും. അല്ല, അങ്ങനെ വൈകിയവർക്ക് ഉപകാരമായിരിക്കാം. സാധാരണ നിലയ്ക്ക് അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട. അപ്പോൾ കാലം പ്രധാനമാണ്. തസ്യ രാജ്യഞ്ച കീർത്തിച്ച പ്രതാപാച്ചാഭിവർത്തതേ യസ്യ കേശച്ച ദണ്ഡച്ച മിത്രാണ്യാത്മാച്ച ഭൂമിഭ സമവേതാനി സർവാണി തരാജ്യം മഹദശ്നുദേ തദ്ഭവാൻ വൃത്തസമ്പന്നർത്തിതപ്പതി നിരത്തേ മിത്രാർത്ഥം അവിനീതാർത്ഥം യഥാവൽക്കർത്തുമർഹസി. ചെയ്യേണ്ടതായിട്ടുള്ള സമയത്ത് ചെയ്യണം. സമ്പത്ത്, സൈന്യങ്ങൾ, രാജ്യശ്രീ മുതലായിട്ടതൊക്കെ കയ്യിൽ നിൽക്കണമെങ്കിൽ ഏത് കാര്യവും ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. 4 മാസം കഴിഞ്ഞിരിക്കണു, വാലി വധിക്കപ്പെട്ടു, നീ അങ്ങ് രാജാവായിട്ടും 4 മാസം കഴിഞ്ഞപ്പെട്ടിരിക്കണു. ഇനിയും ആ പ്രത്യുപകാരമായിട്ട് സീതാന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങേക്ക് ദോഷം ചെയ്യും. രാമന് വേണ്ടിയിട്ട് സീതാന്വേഷണം ചെയ്യുക എന്ന കർത്തവ്യം അല്ലെങ്കിൽ ഒരു രാജൻ അങ്ങയുടെ തലയിൽ നിക്ഷിപ്തമാണത്. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? കുലസ്യ ഹേതുസ്പീതത്യ ദീർഘബന്ധുശ്ചരാഘവ. രാമൻ സർവഗുണസമ്പന്നനാണ്, ശക്തിമാനാണ്, ബാലിയെ വധിക്കാൻ വാക്ക് പാലിച്ചു, എന്തിനും മതിയായിട്ടുള്ളവനാണ്. അപ്പോൾ ആ ദേഹം പ്രസാദിച്ചാലോ നമുക്കൊക്കെ വളരെയേറെ ഗുണമുണ്ട്. തിരിച്ചായാലോ ബാലി ഏതൊരു വഴിക്ക് പോയോ ആ വഴി ഇപ്പോഴും അടഞ്ഞിട്ടില്ല, ഹൈവേ ബ്ലോക്ക് ചെയ്തിട്ടില്ല, യമപുരിയിലേക്കുള്ള ഹൈവേ. അതുകൊണ്ട് ഏതൊരു ബാണം കൊണ്ടാണ് ബാലി ഹനിക്കപ്പെട്ടത്, അതേ ബാണം ഇപ്പോഴും രാമൻ്റെ ആവനാഴിയിലുണ്ട് രാജാവേ. അതൊക്കെ ഞാൻ വെറുതെ എന്തിനാണ് പറയുന്നത്? അതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ, അശുഭ കാര്യങ്ങൾ ചിന്തിക്കേണ്ട. പക്ഷേ തീർച്ചയായിട്ടും ആ സീതയെ അന്വേഷിച്ച് കൊണ്ടേ കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കത് ഓർമ്മിപ്പിക്കാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. എന്താണ് അങ്ങ് നിഷ്ക്രിയനായിട്ട് ഇരിക്കുന്നത്? ശക്തിമാനഭിവിക്രാന്തോ, ശക്തിമാനാണ്, വിക്രാന്തനാണ്, എങ്കിലും വാനരക്ഷ ഗണേശ്വര, വാനരന്മാരുടെ നാഥനുമായിട്ട് കർത്തും ദാശരഥേ പ്രീതിം ആജ്ഞായങ്കി ന സജ്ജസേ. രാമനായിക്കൊണ്ട് സീതാന്വേഷണത്തിന് ആജ്ഞ എന്തുകൊണ്ടാണ് വാനരന്മാർക്ക് കൊടുക്കാത്തത്? ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓർമ്മിപ്പിക്കേണ്ടതിൻ്റെ കടമയാണ്. മന്ത്രിക്ക് അതിനുള്ള കടമയുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ട് രാമൻ വളരെ കരുത്തനാണ്. പ്രതിജ്ഞ പാലിച്ചിട്ടില്ലെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും രാമൻ അറിയാം. ഒരാളെയും ഈ ലോകത്തിൽ പേടിയില്ലാത്ത ആളാണ് രാമൻ. ന ദേവോ ന ചഗന്ധർവ ന സുര ന മരുഗണ. ഒരു ദേവന്മാരാവട്ടെ ഗന്ധർവന്മാരാവട്ടെ ന യക്ഷാ ഭയം തസ്യ ന ച യക്ഷാ ഭയം തസ്യ. യക്ഷന്മാർ ഇവരെ ഒന്നും ഭയപ്പെടുന്ന ആളല്ല രാമൻ. പിന്നെ വേണ്ടേ രാക്ഷസന്മാരെയോ വാനരന്മാരെയോ ഭയപ്പെടാൻ? അതുകൊണ്ട് അത് ഓർക്കണം, എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യമാണ്. ആ ഭഗവാനായിക്കൊണ്ട് പ്രിയത്തെ ചെയ്യുക, അത് നമുക്ക് വളരെയേറെ ഗുണം ചെയ്യും. തദേവം ശക്തിയുക്തസ്യ പൂർവം
പ്രിയകൃതസ്തവ, അങ്ങേക്ക് വളരെയേറെ പ്രിയം ചെയ്തില്ലേ? അതിന് പ്രത്യുപകാരമായിട്ട് ആ രാമൻ അങ്ങോട്ടും ഇഷ്ടത്തെ ചെയ്യാനുള്ള ബാധ്യത രാജൻ അങ്ങേക്കുണ്ട്. അതുകൊണ്ട് എവിടെയാണ് സീത എങ്കിൽ അവിടെ ചെന്ന് അന്വേഷിക്കാനുള്ള ആജ്ഞ കൊടുക്കുക. വെള്ളത്തിലോ മുകളിലോ ആകാശത്തിലോ പാതാളത്തിലോ എവിടെയാണെങ്കിലും അന്വേഷിച്ച് സീതയെ കണ്ടെത്താനുള്ള ആജ്ഞ അങ്ങ് ചെയ്യണം. രാജൻ, അങ്ങയുടെ ആജ്ഞയെ ആരാണ് തടയുക? നാദത്ത അവനോ നാപ്സു, അപ്സു പറഞ്ഞ വെള്ളം, ഗതിർ നോപരിച അമ്പരേ, ആകാശത്തിലോ മുകളിലോ സ്വർഗാദി ലോകങ്ങളിലോ കസ്യചിത് സജ്ജതേസ്മാകം കബീശ്വര തവാജ്ഞയ, പാതാളത്തിലാവട്ടെ, വേറെ ലോകത്തിലാവട്ടെ, ആകാശത്താവട്ടെ, വെള്ളത്തിലാവട്ടെ, താഴെയോ മുകളിലോ എവിടെയാണെങ്കിലും അങ്ങയുടെ ആജ്ഞയെ ആരും തടയുകയില്ല. അതുകൊണ്ട് സീതാന്വേഷണത്തിന് ആജ്ഞയെ കൊടുത്താലും കോടി കോടി വാനരന്മാർ അങ്ങയുടെ കീഴിലില്ലേ, പിന്നെന്താ പേടിക്കാതെ? നാന്തി കോട്യഗതനഖ തണ ഹരായോ അപ്രതിഷ്യസ്തേ, ആർക്കും തടയാൻ കഴിയാത്ത വീര്യമുള്ള കോടിക്കണക്കിന് വാനരന്മാർ രാജൻ അങ്ങയുടെ കീഴിലില്ലേ, പിന്നെന്തിനാണ് അതിനത്ര പേടി മടിക്കണത്? അത് കേൾക്കേണ്ട താമസം. ഹനുമാനെ അഭിനന്ദിച്ചു. സുഗ്രീവനിലും നല്ല വശങ്ങൾ ധാരാളമുണ്ട്. തൽക്കാലം കുറച്ച് മദ്യവും മതിരാക്ഷിയായിട്ട് കുറേ കാലമായിട്ട് സുഖം അനുഭവിക്കാത്തതുകൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. കേട്ടപ്പോഴേക്കും ഒട്ടും താമസം ഉണ്ടായില്ല. അതിനെ അഭിനന്ദിച്ചുകൊണ്ട് നീലനോട് ആജ്ഞാപിച്ചു എന്ന് പറയണം. തസ്യ തദ്വചനം ശ്രുത്വാ കാലേ സാധു നിവേദിതം സുഗ്രീവ സത്വസമ്പന്നച്ചകാരാം മതിമുത്തമം സ തന്നിദേശാഭിമതം നീലം നിത്യകൃതോദ്യമം. നീലൻ പ്രധാനിയായിട്ടുള്ള ഒരു വാനരനാണല്ലോ. ആ നീലിനോട് ഉടനെ തന്നെ എല്ലാ വാനരന്മാരോടും വരാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചു. സുഗ്രീവാജ്ഞ എതിർക്കാൻ ആർക്കും പറ്റില്ല. എല്ലാ വാനരന്മാരും അനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഇവിടെ വരട്ടെ. അതിർത്തി കാക്കണ ആൾക്കാരടക്കം വരണം എന്നാണ്. ആരും അതൊന്നും ഒഴിവില്ല. ചിലരിഞ്ഞെന്ന് ഒഴിവെന്ന് വിചാരിക്കണ. സമാനയന്തു തേ സൈന്യന്തുരിത ശാസനാത്മമ, ടീസ് മൈ ഓർഡർ. എൻ്റെ ഓർഡർ പ്രകാരം എല്ലാ മന്ത്രിമാരും ഏതൊക്കെ സ്ഥാനത്ത് നിൽക്കുന്നവരായും ആലോചിക്കേണ്ട കാര്യങ്ങളെ. അപ്പോൾ സർവ്വ വാനരന്മാരും ഇവിടെ വരട്ടെ. ആരെങ്കിലും എത്തിയില്ലെങ്കിലും വധശിക്ഷയാണെന്നും കൂടി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു എന്നാണ്ട് പറഞ്ഞോളാം. സ്വയഞ്ചാനന്തരങ്കാരേ ഭവാൻ ഏവാനുപശ്യതു ത്രിപഞ്ചരാത്രാദൂർദ്ധം യ പ്രാപ്നുയാത്തേകവാനരാം തസ്യ പ്രാണാന്തകോദണ്ഡോ. ഒരു പ്രാണാന്ത്യം, മരണം ഉറപ്പാണ്, വധശിക്ഷ. 15 ദിവസം അവധി തരാം. അവിടേക്ക് ഇവിടേക്കൊക്കെ പോയി അന്വേഷിച്ച് അവരും കൂടെ എത്താൻ വേണ്ടി 15 ദിവസത്തെ അവധി അവരിവിടെ എത്തിക്കൊള്ളണം. ആ 15 ദിവസം കഴിഞ്ഞ് ഏതൊരാളാണ് എത്താത്തത് അവൻ പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല എന്നാണ് സുഗ്രീവാജ്ഞ. എല്ലാവരും അംഗദനോടൊത്തിട്ട്, അതാണ് വൃദ്ധവാനന്മാരുടെ അടുത്തേക്ക് നിശ്ചയമായിട്ടും പോകുക. ആ അംഗദനെയും കൂട്ടി അയച്ചു. അരിഞ്ച വൃദ്ധാൻ ഉപയാതു സംഗതോ, വൃദ്ധവാനന്മാരുടെ അടുത്തേക്ക് അംഗദനോട് കൂടിയിട്ട് പോട്ടെ എല്ലാവരും. ഭവാത്മമാജ്ഞാം അധികൃത്യ നിശ്ചിതാം ഇതി വ്യവർത്താം അരിപുങ്കവേശ്വരോ വിധായ വേശ്മപ്രവിവേശ വീര്യവാൻ. അംഗദനോട് കൂടിയിട്ട് സർവ്വവാനരന്മാരും അബാലവൃത്തം പ്രായത്തിലുള്ള വാനരന്മാരുടെ പ്രായമൊന്നുള്ള വിഷയമല്ല, എല്ലാവരും വരണം. അതാത് അവരുടെ ആൾക്കാരിലേക്ക് അന്വേഷിക്കുന്നതിനായിട്ട് പോയി. അത് ഹനുമാൻ അവിടെ പറഞ്ഞ സംഗതികളാണ്. കിഷ്കിന്ധയിലത്തെ രംഗമാണ് ഇപ്പോൾ വിവരിച്ചത്. ഇനി രാമനും ലക്ഷ്മണൻ്റെ രംഗത്തെ ഒന്ന് വിവരിക്കുകയാണ്. രാമലക്ഷ്മണ രംഗം. അവിടെ എന്താ സംഭവിച്ചത്? വർഷകാലം കഴിഞ്ഞു. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ കഴിഞ്ഞുല്ലോ. അപ്പോൾ പറഞ്ഞു, സുഗ്രീവൻ്റെ കാമവൃത്തിയും സുഗ്രീവൻ്റെ സുഖത്തെക്കുറിച്ചും സീതാന്വേഷണം വേണ്ട സമയമൊക്കെ ആയല്ലോ എന്ന് കണക്കാക്കി വളരെ ദുഃഖത്തോടു കൂടിയിട്ട് രാമൻ അവസ്ഥാന്തരത്തെ പ്രാപിച്ചു മനസ്സിലെന്ന് പറയുകയാണ്. അതുകൊണ്ട് ലക്ഷ്മണാശാരഥീൻ്റെ ജനീം ചെയ്വ ദുട്ട ജ്യോത്സ്നാനുലേപനം. ചന്ദ്രൻ കാണാൻ തുടങ്ങി, നക്ഷത്രങ്ങൾ കാണാൻ തുടങ്ങി, മഴക്കാർ പോയി. സുഗ്രീവനോ കാമവൃത്തഞ്ച സുഗ്രീവം നഷ്ടാഞ്ച ജനകാത്മജ. ഏത് കാലാവസ്ഥയും സുഖമായിട്ട് തോന്നും നല്ലവർക്ക്.
എല്ലാം തികഞ്ഞവർക്ക്. വർഷകാലം ആസ്വദിച്ചു, ഇതാ അവൻ ശരത്തും ആസ്വദിക്കാനാണ് പുറപ്പെട്ടിരിക്കുന്നത്. ബുദ്ധ കാലമതീതം ച മോഹപരമാതുര, ഞാനോ എൻ്റെ എല്ലാമായിരിക്കുന്ന സീതാദേവിയെ നഷ്ടപ്പെട്ട് ഓരോ നിമിഷവും ആകാംക്ഷയോട് കൂടിയിട്ട് ഊണുറക്കം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന എന്നെ അവൻ ഓർക്കുന്നില്ല. എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഞാൻ പത്നി വിരഹനായിട്ട് ഇതാ ദുഃഖിക്കണു ലക്ഷ്മണ. പിന്നെ മഴ പോയതായിട്ട് ലക്ഷണങ്ങൾ ആകാശത്തിൻ്റെ കുറിച്ചങ്ങനെ വിവരിക്കണു. സീതയാവട്ടെ, യാ ആശ്രമോ രമതേ ബാല സാധ്യമേ രമതേ കഥം. എന്നെ കൂടാതെ അവൾ ആനന്ദിക്കുമോ ലക്ഷ്മണ? ഉണ്ടാവില്ലല്ലോ. സീതയെ കൂടാതെ എനിക്കോ എന്നെ കൂടാതെ സീതയ്ക്കോ ആനന്ദമുണ്ടാവില്ല ലക്ഷ്മണ. ആരെ ആനന്ദിച്ചാലും എന്താ ആർപ്പ് വിളിച്ചാലും രാമൻ്റെ മനസ്സിലെന്താണ്? സീതാവിരഹം മാത്രം. എന്നെ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അവൾ രാവണഗൃഹത്തിൽ ദുഃഖിച്ചിരിക്കുകയായിരിക്കില്ലേ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക. ഏതെല്ലാം ഹംസങ്ങളുടെ ശബ്ദം കേട്ട് അവൾ ഉണർന്നിരുന്നു, രാപ്പാടികളുടെ പാട്ട് കേട്ട് അവൾ ഉറങ്ങിയിരുന്നു. ഇതെല്ലാം എനിക്ക് മറക്കാൻ സാധിക്കുമോ ലക്ഷ്മണ? ആ മനോഹരിയായിട്ടുള്ള സീത ഇന്ന് ഹംസങ്ങളുടെ പാട്ട് കേട്ടല്ല ഉണരുക, രാക്ഷസികളുടെ പരുഷ ശബ്ദം കേട്ടിട്ട് ഉണരേണ്ട ഗതി അവൾക്ക് വന്നല്ലോ. കാട്ടിലത്തെ ഹംസങ്ങളുടെ ശബ്ദവും മറ്റും കേട്ട് ഉണരുകയും വേറെ ചില പക്ഷികളുടെ ശബ്ദം കേട്ട് ഉറങ്ങുകയും പ്രകൃതിയെ ആസ്വദിക്കുകയും അല്ലേ, താമരപ്പൂവൊക്കെ ഇഷ്ടമാണ് സീതയ്ക്ക് എന്നാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് എൻ്റെ കൂടെ കാടായിക്കോട്ടെ വേറെ എവിടെ ആയിക്കോട്ടെ എൻ്റെ കൂടെ പരമാനന്ദമായിട്ട് കഴിഞ്ഞിരുന്ന അവൾ എന്ത് സൗകര്യം ലങ്കയിലുണ്ടെങ്കിലും ഞാനില്ലാതെ സുഖിക്കുമോ ലക്ഷ്മണ? നിസ്സനം ചക്രവാകാനാം നിശമ്യ സഹചാരിണം. ചക്രവാക പക്ഷികളുടെ ശബ്ദം ഇതൊന്നും കേൾക്കാതെ ഈ ലോകത്തിൽ നിന്ന് വളരെ വേറെയായിട്ട് മാൻമിഴി പോലെ താമരക്കണ്ണിയായിട്ടുള്ള അവൾ എങ്ങനെ ജീവിക്കും ലക്ഷ്മണ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഒരു സ്വസ്ഥതയും ഇതാലോചിച്ചിട്ട് ഇല്ല ലക്ഷ്മണ. എന്നെ ഓർത്ത് ആ മന്മഥൻ കൂടുതൽ അവളെ ദുഃഖിപ്പിക്കുന്നുണ്ടാവുമോ? സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീക്കുള്ള ആകർഷണം ഉണ്ടാക്കുന്ന ആളാണ് മന്മഥൻ, കാമദേവനെ. അപ്പം ആ മന്മഥൻ മനസ്സിൽ വരുമ്പോൾ വല്ലാതെ ദുഃഖം ഉണ്ടാവുമോ എന്നെ ചിന്തിച്ചിട്ട്. ഇന്ദ്രിയങ്ങളിൽ നിന്ന് അല്ല, ഇന്ദ്രനിൽ നിന്ന്, ഇന്ദ്രനാണ് ഈ മഴ പെയ്യിക്കുന്നതെന്നാണ്. അപ്പോൾ മഴ പെയ്യിക്കുന്ന ആ മഴയും കാത്ത വേഴാമ്പൽ പക്ഷി എങ്ങനെയാണോ ഇരിക്കുന്നത്, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മഴയെ സൂചിപ്പിച്ചു എന്നുള്ളൂ, മഴയൊന്നുമില്ല. ആ മഴ എപ്പോഴാണ് പെയ്യുക എന്ന് കണക്കാക്കി വേഴാമ്പൽ പക്ഷി ഇരിക്കുന്നത് പോലെ എത്ര ദിവസമായി ലക്ഷ്മണ ഞാനിരിക്കുന്നു. 4 മാസം 4 വർഷമോ 4 യുഗമോ പോലെ തോന്നുകയാണ് എനിക്ക് എന്ന് പറയാണ്. എങ്ങനെ അത് കഴിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത് സ്വയം രാമൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കായകളൊക്കെ അത്യാവശ്യം പറിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു തിരിച്ചെത്തിയിട്ട്, ഏട്ടാ എന്താണ് അങ്ങ് മനസ്സിനെ ഒതുക്കാത്തത്? ആർക്കും ഉപദേശം കൊടുക്കേണ്ട ആളല്ലേ അങ്ങ്. യോഗയിൽ മനസ്സ് നിയന്ത്രിച്ചാൽ കിട്ടാത്തത് എന്താ ഉള്ളത്? അവിടെ എന്താണ് അങ്ങ് യോഗവശം ആയിട്ടുള്ള മാർഗത്തെ അവലംബിച്ച് അയം സദാ സംഹ്രിയതേ സമാധി കിമത്ര യോഗേന നിവർത്തിതേന. യോഗമാർഗത്തിൽ മനസ്സിനെ ഒതുക്കാൻ കഴിവുള്ള ആളാണ് അങ്ങ്. എന്നിട്ട് എന്താണ് ഇപ്രകാരം ദുഃഖിക്കുന്നത്? അപ്പം ആദ്യത്തെയൊക്കെ കുറേയൊക്കെ രാമൻ്റെ ചിന്തയാണ്, പിന്നെയാണ് ലക്ഷ്മണൻ വരുന്നത് കേട്ടോ. ഒറ്റൊക്കെ രാമൻ്റെ സ്വയം ചിന്ത മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മണൻ വന്നപ്പോൾ ലക്ഷ്മണൻ ഈ ദുഃഖം കണ്ടിട്ട് പറയുകയാണ്, എന്താണ് മനസ്സിനെ നിയന്ത്രിക്കാത്തത്? ഇവിടെ വേണ്ടത് ഉത്സാഹമാണ് ഏട്ടാ. നമ്മളിപ്പോൾ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ സീതയെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കാര്യം ഏട്ടന് സമാധാനിക്കാലോ, എവിടെ പോയാലും സീത മറ്റൊരാൾക്ക് വഴങ്ങില്ല, അതുറപ്പാണ്. ആളുന്ന അഗ്നിജ്വാല പോലെ ന ച അഗ്നി ചൂടാം ജ്വലിതാമുപേത്യ
ലതയ്ക്കദേവീരവരാർക്ക കശ്ചിത്. മറ്റൊരാൾക്ക് വശകയാവില്ല അഗ്നി. അഗ്നി അങ്ങനെ ഒന്നിനും വശകയൊന്നും ആവില്ല. നമ്മൾ അഗ്നിയെ കുറച്ച് പിടിച്ച് പോക്കറ്റിലിടുക, അഗ്നി ഒന്ന് പിടിക്കുക, അഗ്നിയിലൊന്ന് കിടന്ന് നോക്കുക. ഇത് ഏത് തപസ് ചെയ്താലും ആർക്കും സാധിക്കണ കാര്യമില്ല. അഗ്നിയുടെ സ്വഭാവത്തിൽ തന്നെ നിൽക്കുള്ളൂ. പാതിവൃത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് അഗ്നിയിൽ ചാടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴെന്താ അഗ്നിയുടെ സ്വഭാവം കാണിക്കാത്തതെന്നല്ലേ? അഗ്നി സ്വയം അഗ്നിദേവനായിട്ട് അതിനെ അനുകൂലിക്കുക എന്നേ ഉള്ളൂ. ചിലർ ദുഷ്ചോദ്യം ചോദിക്കും, ഈ അഗ്നിപരീക്ഷ ശരി ഇപ്പോൾ അവിടെ പറയേണ്ട വിഷയമല്ല. അഗ്നിപരീക്ഷ എന്നൊക്കെ പറയണതുണ്ടോ? എത്ര ശരിക്ക് ജീവിച്ചാലും സത്യസന്ധനാണെങ്കിലും സദ്ഗുണങ്ങളുണ്ടെങ്കിലും അഗ്നി ചാടിയ ദഹിക്കില്ലേ എന്ന് ഉത്തരം പറയാൻ നമുക്ക് അറിയില്ല കേട്ടോ. അഗ്നിദേവൻ സത്യമുള്ളവരെ ദഹിപ്പിക്കില്ല എന്നാണ് കഥയിലൊക്കെ പറയണത്. അപ്പോൾ എന്തായാലും ആ അഗ്നിയെ സ്വതവേ ആർക്കും വഴങ്ങില്ല എന്നാണ്. അതേപോലെയാണ് അങ്ങയുടെ പത്നി ഒരാൾക്കും വഴങ്ങുന്ന രൂപം, വഴങ്ങുന്ന സ്വഭാവം ഉള്ളവളല്ല. അങ്ങനെ നീതിയുക്തവും ഉചിതമായിട്ടും ഉത്സാഹത്തോടുകൂടി പ്രവർത്തിച്ച് സീതയെ നമുക്ക് നേടാം എന്ന് പറഞ്ഞതും ആയ വാക്കുകൾ കേട്ടപ്പോൾ രാമന് ആശ്വാസമായി. ഈ മനസ്സങ്ങനെയാണ്. നമുക്കൊക്കെ അറിവുണ്ടെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേറൊരാൾ വേണം. അതാണ് വേണ്ടപ്പെട്ടവരുടെ കടമ. അതിൻ്റെ വാക്കിന് അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട്, മേന്മയും അതിൻ്റെ സ്ഥാനമുണ്ട്. മറ്റൊരാളുടെ വാക്കുകൊണ്ടാവും നമ്മൾ നേരിയ, നമ്മുടെ വാക്കുകൊണ്ട് വേറൊരാൾക്ക് സമാധാനം കിട്ടും. അവരവരുടെ കാര്യത്തെക്കുറിച്ച് സമാധാനിക്കാൻ പലപ്പോഴും പറ്റാറില്ല. അല്ലേ? മകൻ മരിച്ചു, വേറെ ആൾ എന്താ ഇപ്പോൾ ദുഃഖിക്കാറുള്ളത്? മരണവും ജനനവും സാധാരണയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ കുട്ടി മരിച്ചാലും എൻപുള്ള എല്ലുവാന്നായി, നമുക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ മറ്റൊരാൾ നമുക്ക് ആശ്വാസവാക്ക് പറയണം. രാമനറിയാഞ്ഞിട്ടാ എല്ലാം അറിയണം, ജ്ഞാനസ്വരൂപനാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുത്തപ്പോൾ കുറച്ചിങ്ങനെ മനസ്സിന് ആശ്വാസമായി. എന്തായാലും മഴയൊക്കെ പോയത് കാരണം മേഘങ്ങൾ ഒതുങ്ങിയിരിക്കുന്നു, മഴ നിന്നു, ശരത്ത് ഋതു വന്നിരിക്കുന്നു, ശരത്കാലം വന്നു എന്ന് പറയുകയാണ്. സൂര്യൻ എല്ലാറ്റിനെയും ശോഭിപ്പിച്ചു, താമരപ്പൂവൊക്കെ വിരിയാൻ തുടങ്ങി. ആ ശരത്തിൻ്റെ ലക്ഷണങ്ങൾ കുറച്ചങ്ങനെ വർണ്ണിച്ചു. ആനകളെ, പശുക്കളെ മുതലായിട്ടതൊക്കെ മഴയൊക്കെ പോയി സന്തോഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തോട് കൂടിയിട്ട് നടക്കണു. പശുക്കളെ കൊണ്ട് ആന മുതലായിട്ടതൊക്കെ ഓടി പരവശമായിട്ട് കാളകൾ ഓടുന്നു. വൃക്ഷങ്ങളുടെ കൊമ്പ് ധാരാളം പൂത്തൊലഞ്ഞിരിക്കണു. അതിൻ്റെ കനം കൊണ്ട് എന്തുണ്ടായി? പുഷ്പങ്ങളൊക്കെ താണുകയും ചെയ്തു. ഇങ്ങനെ നദിയിൽ നീരൊഴുക്ക് കുറഞ്ഞു എന്നും പറയാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഈ മണലിങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ അത്യാവശ്യം വസ്ത്രം ധരിച്ച് കുറേശ്ശെ അതിൽ കൂടെ ശരീരഭാഗം കാണുന്നത് പോലെ കാവ്യത്തിൻ്റെ ഉപമ പറഞ്ഞിരിക്കുക. തമോർ വിമുക്താശ്ച ദിശപ്രകാശ നദീജലാനി കൃശപ്രവാഹാനി നദീജലാനി. കുറേശ്ശെ മണലൊക്കെ ഇങ്ങനെ കാണുന്നു വെള്ളം താഴുമ്പോഴേ. അപ്പം അങ്ങനെയുള്ള കാലത്ത് പൊടി ധാരാളമായിട്ട് കുറേശ്ശെ ഉണ്ട്. മഴയുണ്ടെങ്കിൽ പൊടി ഉണ്ടാവില്ല, അതാണ്. അങ്ങനെ അതിനെ മുഴുവന് വർണ്ണിച്ച് തവളകളുടെ ശബ്ദങ്ങൾ നിലച്ചു. അത് മഴക്കാലത്തുണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞത്. പാമ്പുകളൊക്കെ കുറേശ്ശെ ഇര തേടി പുറത്തേക്ക് ഇറങ്ങാനും തുടങ്ങി. സന്ധ്യ അതിൻ്റെ നിലയ്ക്ക് അങ്ങനെ വരണമെന്നും പറഞ്ഞ് കുറേയും കൂടി പ്രകൃതിയെ വർണ്ണിച്ചതോട് കൂടിയിട്ട് രാമൻ്റെ ആ ഒരു കോപാവസ്ഥ പിന്നെ എങ്ങനെ വർണ്ണിക്കുകയാണ്. ലക്ഷ്മണ, ഈ ഈ സുഗ്രീവൻ എന്നോടൊരു കൃപയും കാണിക്കുന്നില്ലല്ലോ. ശരത്ത് വരട്ടെ എന്നാണോ ശരത്തുകാലം പറഞ്ഞു. ഇപ്പോൾ ഇതാ എന്നെ അവൻ തിരസ്കരിച്ചിട്ടു. അഹം വാനരരാജസ്യ പരിഭൂത പരന്തപ. വാനരരാജനായിരിക്കുന്ന സുഗ്രീവനാൽ ഞാൻ പരിത്യജിക്കപ്പെട്ടുവോ? അവൻ്റെ കാര്യം നേടി രുമയെ നേടിയിട്ട് സ്വന്തം കാര്യം മറന്നു. അതുകൊണ്ട് സുഗ്രീവ, നീ ഒരു കാര്യം ചെയ്യണം. ഇനിയിപ്പോൾ അവനെ ഒന്ന് ഓർമ്മിപ്പിക്കാതെ വയ്യ. 4 മാസം കഴിഞ്ഞിരിക്കുന്നു. പ്രത്യുപകാരം ചെയ്യാത്ത പുരുഷൻ അധമനാണ്. വാക്കുപാലിക്കുക എന്നത് ലോകത്തിൽ ഏറ്റവും വലുതല്ലേ? അവിടെ നികൃഷ്ടമായിരിക്കുന്ന ഈ ഒരു രീതി നീ എന്ത് ചെയ്യണം? ലക്ഷ്മണനോട് രാമൻ പറയണം, സുഗ്രീവനെ പറഞ്ഞ് മനസ്സിലാക്കണം. എൻ്റെ അസ്ത്രത്തിൻ്റെ ഫലം, ശക്തി അവൻ കണ്ടതാണ്. ലോകത്തിൽ ആരാക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ബാലിയെ ഒരൊറ്റ അസ്ത്രം കൊണ്ട് ഞാൻ വരച്ചു. ദൃഷ്ടമിച്ചതി ചാപസ്യ രൂപം വിദുർഗണോപമം. ഇടിമിന്നലിനൊത്തതായിട്ടുള്ള എൻ്റെ ശരം അവന് കാണേണ്ടി വരുമോ? വജ്രതുല്യമായിട്ടുള്ള ആ ശരം അവൻ കാണാതിരിക്കുകയാണ് നല്ലത്. വേണമെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം, അത് വേണോ?
അതുകൊണ്ട് എന്താണ് പറഞ്ഞ വാക്കിൽ ചിന്തയില്ലാണ്ട് അവൻ ഇരിക്കുന്നത്? ഒന്ന്, ലക്ഷ്മണ, നീ പോയിട്ട് ഓർമ്മിപ്പിക്കണം. മദ്യപാനവും കഴിച്ച് സ്ത്രീജിതനായിട്ട് ഒരു ദയയും കാണിക്കാണ്ട് ഇതാ 4 മാസം കഴിഞ്ഞിരിക്കുന്നു. ആ ബാലിമാർഗം നീയും അവലംബിക്കേണ്ടി വരും. ഇപ്പോൾ ബാലിയെ ഞാൻ വധിച്ചു, ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ വധിക്കുക ആരെയെന്നറിയോ? കൂട്ടത്തോടെ വധിക്കുക. നസസങ്കുചിത പന്ഥ ഏന ബാലി ഹതോഗത. ബാലി മരിച്ചു വിചാരിച്ചിട്ട് ഇപ്പം ഇനി ഒരാളല്ല കൊല്ലാൻ പോണം. സമയേ തിഷ്ട സുഗ്രീവ മാ ബാല് പ്രഥമ അന്വക. ഇവിടെ പറയണ ത്വാം തു സത്യാതിഥിക്രാന്തം ഹനിഷ്യാമി സ ബാന്ധവം. എല്ലാ വാനരന്മാരെയും ഞാൻ കൊല്ലും. ഒരു കൂട്ടക്കൊല എന്നെക്കൊണ്ട് ചെയ്യിക്കേണ്ട. അതാവും, അത് ചെയ്യിക്കാണ്ടിരിക്കുക നല്ലത്. ബാലി മരിച്ചപ്പോൾ ബാലി മാത്രമല്ലേ മരിച്ചുള്ളൂ. ഇപ്പം സുഗ്രീവൻ്റെ കൂടെയുള്ള സർവ്വവാനരന്മാരെയും ഞാൻ എൻ്റെ ബാണത്തിന് ഇരയാക്കും. അതുകൊണ്ട് വേഗം താമസം കൂടാതെ സീതാന്വേഷണത്തിനുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മണ നീ ആ സുഗ്രീവനോട് പറയുക, അല്ലെങ്കിൽ ബാലിയെ ചെന്ന് കാണേണ്ടി വരും എന്ന് പറയാണ്. ലക്ഷ്മണൻ കഠിനഭാവം പൂണ്ടു. തൻ്റെ ഏട്ടൻ ഇതുകൊണ്ട് പറഞ്ഞു, സുഗ്രീവൻ്റെ 4 മാസം കഴിഞ്ഞുല്ലോ, 4 മാസം കഴിഞ്ഞിട്ടും ചെയ്യാത്തതിൽ ഏട്ടൻ്റെ ഭാവം കണ്ടപ്പോൾ അനുജനും ആരുടെ നേരെ കോപിച്ചു? സുഗ്രീവൻ്റെ നേരെ കോപിച്ചു. സപൂർവജം തീവ്രവിവൃദ്ധ കോപം ലാളപ്യമാനം പ്രസമീക്ഷദീനം ചകാര തീവ്രാം മതിമുഗ്രതേജ ഹരീശ്വരേ മാനവവംശവർദ്ധന. കടുത്ത കോപത്തോടെ ജ്യേഷ്ഠൻ ഇതിങ്ങോട്ട് പറഞ്ഞ് ആർത്തനായിട്ട് വിലപിക്കുന്നത് കേട്ടപ്പോൾ ഉഗ്ര തേജസ്വിയായിട്ടുള്ള ലക്ഷ്മണൻ, മാനവവംശനാഥൻ, കപീശ്വരനോടും കുറച്ച് കടുപ്പിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. ഇനി ഇവിടെ മൃദുവാക്ക് പോരാ, കുറച്ച് കടുപ്പിച്ചിട്ട് തന്നെ വേണം എന്നങ്ങനെ തീരുമാനിച്ച് സുഗ്രീവൻ്റെ രാജ്യമായിട്ടുള്ള കിഷ്കിന്ധയെ ലക്ഷ്യമാക്കി ആ വില്ലൊക്കെ അങ്ങോട്ട് പിടിച്ച കോപാകുലനായിട്ട് ഇതാ പുറപ്പെടാൻ പോവുകയാണ്. ആ ലക്ഷ്മണൻ്റെ വരവ്, സുഗ്രീവനോടുള്ള വാക്കുകൾ, അവിടെ കവികളുടെ അവസ്ഥാന്തരങ്ങൾ എന്തൊക്കെ പ്രാപിച്ചു അത് തന്നെ പറയുകയാണ്. തുടർന്നുള്ള സുഗ്രീവൻ കിഷ്കിന്ധയിലേക്ക് വരവിനെ, ആ വക സംഭവങ്ങളെയാണ് കൂടുതൽ തുടർന്ന് വിവരിക്കുന്നത്. പൂർവന്റാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്യതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതത്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.